എല്ലാവർക്കും നമസ്കാരം. AZB അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും രാവിലെ 9:15 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ PSC ചോദിക്കാൻ സാധ്യതയുള്ള മികച്ച ചില സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇതാണ്. റംസാർ സൈറ്റുകളാണ്. PSCക്ക് ഭയങ്കര ഇഷ്ടമാണ് റംസാർ സൈറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ റംസാർ സൈറ്റിന്റെ അപ്ഡേഷൻ പഠിക്കുകയാണ്. റംസാർ സൈറ്റുകൾ ഇതുവരെ 85 ആയത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട് 85 എഴുതിയേക്കുന്നത്. എന്നാൽ പുതുതായിട്ട് 4 റംസാർ സൈറ്റുകൾ കൂടി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചു. തണ്ണീർത്തട ദിനം February 2. അതുകൊണ്ട് തന്നെ പുതിയ തണ്ണീർത്തട സൈറ്റുകൾ പ്രഖ്യാപിച്ചു. റംസാർ സൈറ്റ് 89, 4 എണ്ണമാണ് പുതുതായി വന്നത്. എത്ര എണ്ണമാണ് പുതുതായി വന്നത്? 4. ഇപ്പോൾ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ട്? 89. ഏതൊക്കെയാണ് ആ റംസാർ സൈറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് തമിഴ്നാട്ടിലുള്ള സക്കരക്കോട്ടെ ബേർഡ് സാങ്ച്വറിയാണ്. അപ്പൊ തമിഴ്നാട്ടിലാണ് സക്കരക്കോട്ടെ ബേർഡ് സാങ്ച്വറി. ഇനി മറ്റൊരെണ്ണവും തമിഴ്നാട്ടിലാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഇനി തമിഴ്നാട്ടിൽ തന്നെയുള്ള തീർത്ഥങ്കൽ ബേർഡ് സാങ്ച്വറി, തീർത്ഥങ്കൽ ബേർഡ് സാങ്ച്വറി ഇതും എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തീർത്ഥങ്കൽ ബേർഡ് സാങ്ച്വറി പക്ഷി സങ്കേതമാണ്. മറ്റൊരെണ്ണമാണ് ഉധുവ ലേക്ക്, ഉധുവ എന്ന തടാകം. ഇത് ജാർഖണ്ഡിലാണ്. ഉധുവ തടാകം. മറ്റൊരെണ്ണമാണ് കെച്ചിയോ പാൽറി ലേക്ക്. കണ്ടോ, ഇതിന്റെ വായിക്കാൻ ഇത്തിരി പാടാണ്, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് തന്നെ കൊണ്ടുവന്നത്. മലയാളത്തിൽ ഇപ്പൊ പുതിയ ക്വസ്റ്റ്യൻ ആണല്ലോ, ഏത് രീതിയിലും മലയാളത്തിൽ ഇത് വരാം. കെച്ചിയോ പാൽറി ലേക്കാണ്. സിക്കിമിലാണ്. ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. അപ്പൊ നമ്മൾ പഠിച്ചത് റംസാർ തടങ്ങൾ, റംസാർ സൈറ്റുകൾ എത്ര എണ്ണമുണ്ട് ഇപ്പോൾ? 89. ഏതൊക്കെയാണ് റംസാർ സൈറ്റുകള്? ഏതൊക്കെയാണ്? 89 എണ്ണം ഉണ്ട്. കേരളത്തിൽ നിന്ന് ഏതൊക്കെയാണുള്ളത്? കേരളത്തിൽ നിന്ന് നമ്മുടെ വേമ്പനാട്ട് കായലുണ്ട്, അഷ്ടമുടി കായലുണ്ട്, അതുപോലെ തന്നെ ശാസ്താംകോട്ട തടാകമുണ്ട്. ഈ മൂന്നും 2002 കേരളത്തിൽ നിന്ന് ഈ ഒരു റംസാർ സൈറ്റുകളായി ഈ മൂന്നിനെയും പ്രഖ്യാപിച്ചത്. അപ്പൊ പുതുതായി പ്രഖ്യാപിച്ചതിന്റെയൊക്കെയാണ് PSC ചോദിക്കാറ്. അതേത് സംസ്ഥാനത്താണ്, ഏതാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരും. ഒന്ന് സക്കരക്കോട്ടെ പക്ഷി സങ്കേതം തമിഴ്നാട്. തീർത്ഥങ്കൽ എന്നൊക്കെ പറയും. തീർത്ഥങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട്. ഏറ്റവും കൂടുതൽ പക്ഷി സങ്കേതമുള്ളത് തമിഴ്നാട്ടിലാണ്. പക്ഷി സങ്കേതം എന്നല്ല, റംസാർ തടങ്ങൾ ഉള്ളത്, റംസാർ സൈറ്റുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഉധുവ തടാകം ജാർഖണ്ഡിലാണ്. ഇനി കെച്ചിയോ പാൽറി ലേക്ക് ഇത് സിക്കിമിലാണ്. അപ്പൊ നമ്മൾ റംസാർ സൈറ്റുകളെ കുറിച്ച് പഠിച്ചു. ഇനി നേരെ സ്പോർട്സിലേക്ക് പോവുകയാണ്. ദേശീയ ഗെയിംസ് വോളിബോളിൽ വനിതകൾക്ക് സ്വർണം ലഭിച്ചു, പുരുഷന്മാർക്ക് വെള്ളിയും ലഭിച്ചു. ദേശീയ ഗെയിംസിന് വോളിബോളിൽ നമ്മുടെ വനിതകൾക്ക് സ്വർണം ലഭിച്ചു, പുരുഷന്മാർക്ക് എന്ത് ലഭിച്ചു? വെള്ളിയും ലഭിച്ചു. ഇനി അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ഇന്ത്യക്കാണ് വീണ്ടും പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2023 ആദ്യമായിട്ട് T20 നടന്നത്. അപ്പോ ഇന്ത്യയായിരുന്നു ജേതാക്കൾ. അപ്പൊ T20 2023 നടന്നു. അണ്ടർ 19 വനിതാ T20 എവിടെ നടന്നു? 2020 എവിടെ നടന്നു? 2023 നടന്നത്. അപ്പോൾ ജേതാക്കൾ ഇന്ത്യ ആയിരുന്നു. ഇപ്പൊ വീണ്ടും നടത്തിയപ്പോഴും ഇന്ത്യ തന്നെ വിന്നേഴ്സ് ആയി. ഫൈനലിൽ ആരെ തോൽപ്പിച്ചു? ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയാണ് ഇന്ത്യ കപ്പ് ഉയർത്തിയത്. 9 വിക്കറ്റിനാണ് ഇന്ത്യ ജയിച്ചത്. അപ്പൊ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ വിജയിച്ചു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഗ്രാമി പുരസ്കാരങ്ങളാണ്. പുതിയ ഗ്രാമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഗ്രാമിയില് ബിയോൺസെ ഗ്ലാമർ ആണ് ഏറ്റവും അധികം ഗ്രാമി നേടുന്ന ഗായിക. ബിയോൺസെ ആണ് ഏറ്റവും അധികം ഗ്രാമി പുരസ്കാരം നേടുന്ന ഗായിക. 67ാമത്തെ ഗ്രാമി പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്.
ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയത് ബിയോൺസെ. ഇന്ത്യൻ സാന്നിധ്യം ചന്ദ്രിക ആൽബം, ത്രിവേണി. ചന്ദ്രികയ്ക്കാണ് ഇന്ത്യൻ സാന്നിധ്യം. ഇന്ത്യയിൽ നിന്നൊരു പുരസ്കാരം കിട്ടിയ വ്യക്തി ചന്ദ്രികയാണ്. ഏത് ആൽബത്തിനാണ്? ത്രിവേണി എന്ന ആൽബത്തിനാണ്. കണ്ടോ, ഗ്രാമിയിലെ ചന്ദ്രിക. 67ാം ഗ്രാമി പുരസ്കാരത്തിൽ ഇന്ത്യൻ തിളക്കമായി ചെന്നൈയിൽ കുടുംബത്തിൽ ബിസിനസ്സുകാരി സംഗീതജ്ഞയുമായ ചന്ദ്രിക ടംഡൻ. 71 വയസ്സുള്ള ചന്ദ്രിക ടംഡൻ ആണ് ഇന്ത്യയുടെ സാന്നിധ്യം. അപ്പൊ മികച്ച ന്യൂ ഏജ് ആൽബം വിഭാഗത്തിലാണ് ചന്ദ്രികയുടെ ത്രിവേണി എന്ന ഈ ഒരു ആൽബത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയത് ആരാക്കാണ്? ബിയോൺസെ. ഗ്രാമി പുരസ്കാര വേദിയിൽ വീണ്ടും ചരിത്രം എഴുതി പോപ്പ് സൂപ്പർ താരം ബിയോൺസെ. തിങ്കളാഴ്ചയായിരുന്നു ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചത്. 67ാം ഗ്രാമി പുരസ്കാരമാണ്. മികച്ച കൺട്രി ആൽബം, ആൽബം ഓഫ് ദ ഇയർ, മികച്ച കൺട്രി ഡ്യൂവോ, ഗ്രൂപ്പ് പെർഫോമൻസ്, ഈ പുരസ്കാരങ്ങളൊക്കെ ബിയോൺസെക്കാണ് ലഭിച്ചത്. ഇനി ബിയോൺസെ കൗബോയ് കാർട്ടർ എന്ന ആൽബത്തിലൂടെയാണ് മികച്ച കൺട്രി ആൽബം, ആൽബം ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ ബിയോൺസെ നേടിയത്. കൗബോയ് കാർട്ടർ ഈ ആൽബത്തിലൂടെയാണ് ഈ 2 പുരസ്കാരങ്ങൾ കിട്ടിയത്. 4 പുരസ്കാരങ്ങളാണ് വന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ നേടുന്ന വ്യക്തിയായി ആര് മാറി? ബിയോൺസെ മാറി. ബിയോൺസെക്ക് ഇതുവരെ എത്ര ഗ്രാമി പുരസ്കാരങ്ങൾ ലഭിച്ചു? 35 ഗ്രാമി പുരസ്കാരങ്ങൾ ലഭിച്ചു. ആൽബം ഓഫ് ദ ഇയർ പുരസ്കാരം ബിയോൺസെക്ക് ലഭിച്ചത് ആദ്യമായിട്ടാണ്. ആൽബം ഓഫ് ദ ഇയർ പുരസ്കാരം. അപ്പോ നമ്മള് പറഞ്ഞു ബിയോൺസെക്കാണ് ഇതുവരെ പുരസ്കാരം, ഗ്രാമി പുരസ്കാരം ഏറ്റവും കൂടുതൽ നേടിയ വ്യക്തി എന്ന് പറയുന്നത് ഈ ബിയോൺസെ ആണ്. ബിയോൺസെക്ക് ഇപ്പോൾ 35 ഗ്രാമി പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ഈ പ്രാവശ്യത്തെ ഗ്രാമി പുരസ്കാരത്തില് ചന്ദ്രിക, ഇന്ത്യൻ സാന്നിധ്യം ആരായിരുന്നു? ചന്ദ്രിക. ഇനി മറ്റൊരു കാര്യം, ഗ്രാമി മികച്ച ഓഡിയോ ബുക്ക് നറേഷൻ വിഭാഗത്തിൽ ജിമ്മി കാർട്ടറിന് പുരസ്കാരം ലഭിച്ചു. ജിമ്മി കാർട്ടർ US പ്രസിഡന്റ് ആണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. ജിമ്മി കാർട്ടർ. ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ വിജ്ഞാപനം വന്നു. 32,000-ൽ അധികം ഒഴിവുകളുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയാണ് ഇതിന് അയക്കാനുള്ള അവസാന ഡേറ്റ് ഫെബ്രുവരി 22, 2025 ആണ്. അപ്പൊ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡേറ്റ് ഉണ്ട്, ഫെബ്രുവരി 22 വരെ ഉണ്ട്. എത്രയും വേഗം അയക്കുക. SSLC മാത്രമാണ് യോഗ്യത. ഗ്രൂപ്പ് ഡിയുടെ മികച്ച ക്ലാസുകൾ AZB അക്കാദമി നൽകുന്നുണ്ട്. നിങ്ങൾക്ക് AZB അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കാമെങ്കിൽ അവിടെ ASMന്റെ ലിങ്ക്, അതുപോലെ ഗ്രൂപ്പ് ഡിയുടെ ഡീറ്റെയിൽസ്, ടെലിഗ്രാമിന്റെ ലിങ്ക് ഒക്കെ ഉണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി 1 വർഷത്തിനുള്ളിൽ ഗവൺമെന്റ് ജോലി ഉറപ്പു തരുന്ന സ്പെഷ്യൽ കോഴ്സ് ലക്ഷ്യം 2025 എന്ന് പേരിട്ടിരിക്കുന്ന 1 ഇയർ പ്രോഗ്രാം അവൈലബിൾ ആണ്. നിങ്ങൾക്കിവിടെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഡെയിലി എക്സാം, വീക്ക്ലി എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ് ഉണ്ട്. സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. റെഗുലർ മോണിറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാമോടുകൂടി കൃത്യമായ മോട്ടിവേഷൻസ് ഒക്കെ ലഭിച്ചുകൊണ്ട് കൃത്യമായ സിലബസ് എങ്ങനെ തീർക്കണം, സ്മാർട്ട് സ്റ്റഡി എന്താണ്, സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, സ്കൂൾ ബുക്ക് എങ്ങനെ പഠിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം, ഇങ്ങനെ പല കാര്യങ്ങളിലും ഗൈഡൻസ് കിട്ടി കൃത്യമായി പഠിച്ചുകൊണ്ട് 1 ഇയറിനുള്ളിൽ ജോലി സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ബാച്ച് കോഴ്സാണിത്. അപ്പൊ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ധൈര്യമായി ജോയിൻ ചെയ്യാൻ സാധിക്കും. ലൈവ് ക്ലാസ്സും മോഡൽ എക്സാമും മുൻവർഷ ചോദ്യങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ അവൈലബിൾ ആണ്. AZB അക്കാദമി നിങ്ങൾക്ക് ഇപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിലൂടെയാണ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസുകൾ ഉണ്ട്, റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. നമ്മളുടെ യൂണിഫോം തസ്തികകളുടെ സല്യൂട്ട് എന്ന് പറയുന്ന ബാച്ച് ഉണ്ട്. അതിൽ ASMന് വേണ്ടി പ്രത്യേക കോഴ്സ് അവൈലബിൾ ആണ്. ഗ്രൂപ്പ് ഡി, റെയിൽവേ RRBക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നു. ഓപ്പൺ AIയുടെ CEO ആരാണ്? AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓപ്പൺ AIയുടെ CEO ആണ് സാം ഓൾട്ട്മാൻ.
ആരാണ്? സാം ആൾട്ട്മാൻ ആണ് ഓപ്പൺ എ ഐയുടെ സിഇഒ. ഓപ്പൺ എ ഐയുടെ സിഇഒ ആരാണ്? സാം ആൾട്ട്മാൻ. അവൻ നിങ്ങളടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, എല്ലാവരും കമന്റ് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ട്? ഇന്ത്യയിൽ ഇപ്പോൾ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ട്? ആൻസർ എന്താണ്? 89. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ട്? ആൻസർ 3. അഷ്ടമുടി, വേമ്പനാട്, ശാസ്താംകോട്ട. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം? ആൻസർ തമിഴ്നാട്. പുതുതായിട്ട് പ്രഖ്യാപിച്ച 4 എത്ര റംസാർ സൈറ്റുകളാണ്? 4. 2 എണ്ണം തമിഴ്നാടിന്, 1 എണ്ണം ജാർഖണ്ഡിന്, 1 എണ്ണം സിക്കിമിന്. ക്ലിയർ ആണ്? പേരുകളും പഠിക്കണം. ഇനി പുതുതായിട്ട് വന്ദേ ഭാരത് ട്രെയിനിലെ 200 എണ്ണം വരാൻ പോകുന്നു. അതുപോലെ 100 അമൃത് ഭാരത് ട്രെയിൻ ഉണ്ട്. റെയിൽവേയിൽ ഒരു 3042 കോടി രൂപയാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നീക്കി വെച്ചിരിക്കുന്നത് 3042 കോടി. 200 പുതിയ വന്ദേ ഭാരതും 100 അമൃത് ഭാരത് ട്രെയിനുകളും വരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാല ഗുജറാത്തിലെ ആനന്ദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥാപിക്കും. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല എന്താണ്? ത്രിഭുവൻ സഹകാരി സർവകലാശാല ഗുജറാത്തിലാണ്, ആനന്ദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സ്ഥാപിക്കുന്നത്. ആനന്ദ് എന്ന് കേൾക്കുമ്പോൾ വേറെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഗുജറാത്തിലെ ആനന്ദ് പാല്, ക്ഷീര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആനന്ദ്. ക്ഷീര വികസന കേന്ദ്രം ഗുജറാത്തിലെ ആനന്ദാണ്. ക്ഷീര വികസന കേന്ദ്രം ഗുജറാത്തിലെ ആനന്ദാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ദേശീയ സഹകരണ സർവകലാശാല വരുന്നത്. ഈ സഹകരണ സർവകലാശാലയുടെ പേര് എന്താണ്? ആൻസർ ത്രിഭുവനാണ്. സഹകരണ സർവകലാശാലയുടെ പേരെന്താണ്? ത്രിഭുവൻ. ത്രിഭുവൻ. ഇത് എവിടെയാണ് വരുന്നത്? ഗുജറാത്തിലാണ്, ആനന്ദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് വരുന്നത്. അപ്പൊ IRMA എന്ന് കണ്ടാലും എഴുതിക്കോളൂ. ഗുജറാത്തിലെ ആനന്ദിലാണ് IRMA, സഹകരണ ഇൻസ്റ്റിറ്റ്യൂട്ട്. ത്രിഭുവൻ. AZB അക്കാദമി നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷൻ എടുക്കാമെങ്കിൽ ASMന്റെ ഡീറ്റെയിൽസ് ലഭിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, PSC 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വേണ്ടിയിട്ട് വിളിച്ചേക്കുന്ന കോഴ്സാണ്. ഈ കോഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള അവസരം AZB അക്കാദമിയിലൂടെ സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിരവധി യൂണിഫോം തസ്തികകളാണ് ഇപ്പോൾ വിളിച്ചേക്കുന്നത്. SI വിളിച്ചിട്ടുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട്, CPO, WCPO, അങ്ങനെ നിരവധി കോഴ്സുകളാണ്. അപ്പോൾ യൂണിഫോം ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് 2025. അപ്പോൾ നിങ്ങൾക്ക് ഒരു സല്യൂട്ട് യൂണിഫോം പോസ്റ്റിൽ തിളങ്ങണമെങ്കിൽ AZB അക്കാദമി ധൈര്യമായി ജോയിൻ ചെയ്യാം. നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, സ്കൂൾ ബുക്ക് ബേസ്ഡ് ക്ലാസ്സുകളുണ്ട്, ഡെയിലി എക്സാംസ് ഉണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനാണ് ഒരു ആഗ്രഹം തോന്നുന്നത്, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ തോന്നുന്നു, നിങ്ങൾക്ക് ഏത് ദിവസം ഏത് സബ്ജക്ട് ഏത് ടൈമിൽ പഠിക്കണം, അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. നമുക്ക് റെക്കോർഡ് ക്ലാസ് അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളൊരു ഓഫ്ലൈൻ സെന്ററിലാണ് പോകുന്നതെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾക്ക് തലവേദനയായി, അന്നത്തെ ക്ലാസ് നഷ്ടപ്പെടും. ഇവിടെ നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും സെയിം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് തറവാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ആദ്യം ജോയിൻ ചെയ്യുന്ന 50 സ്റ്റുഡൻസിന് ഒരു 50% ഓഫർ ഉണ്ട്. ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് 4000 രൂപയുടെ ഈ ഒരു ക്ലാസ് 1999 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ലേ, യൂണിഫോം തസ്തികകളുടെ ഒരു പ്രത്യേകതയാണ് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, അതാണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ലൈവ് ക്ലാസ് ഉണ്ട്. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഗ്രൂപ്പ് ഡി. ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് ഡി ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയാണ് പേയ്മെന്റ് വരുന്നത്. റെയിൽവേ ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് ഇങ്ങനെ കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റും. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂപ്പൺ ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു കൂപ്പൺ തരാം. AZB 20 ഈ ഒരു കൂപ്പൺ നിങ്ങൾ അടിക്കാമെങ്കിൽ നിങ്ങൾക്കൊരു 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്.
AZB20 എന്ന കൂപ്പൺ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാമെങ്കിൽ 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്ലൈ നൗവിൽ ഈ കൂപ്പൺ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ഹിയർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 20% ഡിസ്കൗണ്ട് ലഭിക്കും. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. 9265106769 ഈ നമ്പറിൽ വിളിക്കുകയും നിങ്ങളുടെ എന്ത് സംശയങ്ങളും മാറ്റാൻ നമ്മുടെ ഫാക്കൽറ്റി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ തന്നെ ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് അപ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും. അന്നേരം മുതൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യം, എല്ലാ വർഷവും ഫെബ്രുവരി 4 ഫെബ്രുവരി 2 പ്രത്യേകത തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 4 പ്രത്യേകത ക്യാൻസർ ദിനമാണ്. എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. യുണൈറ്റഡ് ബൈ യുണീക്ക്. 2025 മുതൽ 27 വരെ നീണ്ടു നിൽക്കുന്ന 3 വർഷത്തെ ക്യാമ്പയിന്റെ ഭാഗമാണ് ഈ തീം. 3 വർഷത്തേക്കുള്ള ഒരു തീമാണ്. 2025 ടു 27 വരെയുള്ള ഒരു തീമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. യുണൈറ്റഡ് ബൈ യുണീക്ക്. 1999 ഫെബ്രുവരി 4 പാരീസ്, ഫ്രാൻസിൽ ലോക ക്യാൻസർ വിരുദ്ധ ഉച്ചകോടിയിലാണ് ലോക ക്യാൻസർ ദിനം ആദ്യമായി അവതരിപ്പിച്ചത്. ആരോഗ്യ വകുപ്പിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സുകൃതം. അപ്പോ ആരോഗ്യ വകുപ്പിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? സുകൃതം. സുകൃതം. ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു പദ്ധതിയാണ്, സൗജന്യ പദ്ധതിയാണ് സുകൃതം. ഫ്രാൻസിലെ പാരീസില് 1999 ഫെബ്രുവരി 4 ഒരു ലോക ക്യാൻസർ വിരുദ്ധ ഉച്ചകോടി നടന്നു. അന്നാണ് ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ആചരിക്കാം എന്ന് തീരുമാനിച്ചത്. എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. 2025 പ്രമേയം എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക്. ഒരു 3 ഇയറിലേക്കുള്ള ഒരു എന്താണ് പ്രമേയമാണ്. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോ നമ്മള് പഠിച്ചത് റംസാർ സൈറ്റ് 89 എണ്ണം. ഏതൊക്കെയാണ്? സക്കരക്കോട്ടെ പക്ഷിസങ്കേതം തമിഴ്നാട്, തീർത്ഥങ്കൽ പക്ഷിസങ്കേതം തമിഴ്നാട്, ഉധുവ തടാകം ജാർഖണ്ഡ്, പിന്നെയോ കെച്ചിയോ പാൽറി ലേക്ക് സിക്കിം. ഇപ്പൊ 89 റംസാർ സൈറ്റുകൾ. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ഇന്ത്യയാണ് വീണ്ടും ചാമ്പ്യന്മാരായത്. 2023 ഇന്ത്യയായിരുന്നു. ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി? ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ഗ്രാമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 67ാമത്തെ ഗ്രാമി പുരസ്കാരമാണ് 2025 ജനുവരിയിൽ ഈ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചത്. അപ്പോ ഇപ്പോ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ ലഭിച്ചത് ബിയോൺസെക്കാണ്. 35 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. കൗബോയി കാർട്ടർ എന്ന ആൽബത്തിനാണ് പുരസ്കാരം. 4 പുരസ്കാരമാണ് ഈ പ്രാവശ്യം ലഭിച്ചത്. ഏതൊക്കെയായിരുന്നു പുരസ്കാരം? 1 മികച്ച കൺട്രി ആൽബം, ആൽബം ഓഫ് ദ ഇയർ, മികച്ച കൺട്രി ഡ്യുവോ, ഗ്രൂപ്പ് പെർഫോമൻസ്. ഈ 4 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ഇനി ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം ബിയോൺസെക്ക് ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഒരാൾക്കാണ് പുരസ്കാരം ലഭിച്ചത്, ചന്ദ്രിക. എന്താണ് ആൽബത്തിന്റെ പേര്? ത്രിവേണി. ചെന്നൈ ബിസിനസ്സുകാരിയായ ചന്ദ്രിക. ജിമ്മി കാർട്ടറിന് പുരസ്കാരം ലഭിച്ചു. US പ്രസിഡന്റ് ആണ്, മുൻ US പ്രസിഡന്റ് ആണ്, അന്തരിച്ച വ്യക്തിയാണ് ജിമ്മി കാർട്ടർ. അദ്ദേഹത്തിനും ഗ്രാമി പുരസ്കാരം ലഭിച്ചു. ഓപ്പൺ AI CEO ആണ് സാം ആൾട്ട്മാൻ. പിന്നെ നമ്മൾ പഠിച്ചത് ആദ്യ ദേശീയ സഹകരണ സർവകലാശാല ത്രിഭുവൻ, ഗുജറാത്തിലെ ആനന്ദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. തീം ഓർക്കുക, യുണൈറ്റഡ് ബൈ യുണീക്ക്. പാരീസിലാണ് ആദ്യമായിട്ട് യോഗം കൂടിയത്. ആരോഗ്യം ആനന്ദം അകറ്റാം. ആരോഗ്യം ആനന്ദം ഇത് ഒരുമിച്ച് പറയണം. അകറ്റാം അർബുദം എന്ന പേരിലാണ് ക്യാമ്പയിൻ. അപ്പോൾ ആരോഗ്യ വകുപ്പിന്റെയാണ് ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. അർബുദം എന്ന് വെച്ചാൽ ക്യാൻസർ.
ഇങ്ങനൊരു ക്യാമ്പയിൻ. AZB അക്കാദമി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ജോയിൻ ചെയ്യാം. മികച്ച ക്ലാസ്സുകളാണ്, മികച്ച അധ്യാപകരാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. നമുക്ക് യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. റെയിൽവേ ഗ്രൂപ്പ് ഡി, ASM, അതുപോലെ 1 ഇയർ ലക്ഷ്യം ബാച്ച് ഉണ്ട്. HSAയുടെ ബാച്ചുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അതുപോലെ യൂണിഫോം ബാച്ചുകളുണ്ട്. ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഓഫർ അവൈലബിൾ ആണ്. AZB 20 എന്നടിച്ചാൽ നിങ്ങൾക്ക് 20% ഓഫർ ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.